നമ്മൾ കേരളം വളരെ 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 പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഞാനത് തുടങ്ങിയപ്പോൾ 2021 ആണ് അത് തുടങ്ങിയത്. അത് തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഒരു പഴയ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് വിദ്യാഭ്യാസ രംഗത്തൊരു താല്പര്യമുണ്ട്. മുമ്പൊക്കെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ, സെനറ്റ് യോഗം ചേരുമ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് മാതൃഭൂമി ലേഖനം എന്ന നിലയ്ക്ക്. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ഒരു താല്പര്യമാണത്. ഡോക്ടർ സജീവ് ഗോപിനാഥ് അതിൻ്റെ VC ആവുന്നു. അദ്ദേഹം ചെയ്തത് ഒരു വലിയ കാര്യമാണ്. അത് നമ്മുടെ ജനങ്ങൾ അറിയേണ്ടതാണ്. ഈ സർവകലാശാലയിൽ അത് സാധാരണ പോലെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് നോക്കി ഓരോ മാസവും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ, അവിടുത്തെ പൂന്തോട്ടത്തിലെ പുൽച്ചെടി വെട്ടണമെങ്കിൽ ഒക്കെയും സർക്കാർ കനിയണം എന്ന സാധാരണ സർവകലാശാലകൾ ചെയ്യുന്നത് പോലെയുള്ള നിലപാട് മാറ്റിയിട്ട് അധ്യാപകരെ കൊണ്ട് ലോകത്തെമ്പാടുമുള്ള ആധുനിക സർവകലാശാലകളിൽ വലിയ ഗവേഷണങ്ങൾ നടക്കുന്നത് സർവകലാശാലകളിലാണ്. അമേരിക്കൻ സർവകലാശാലകളിൽ ഒക്കെയും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ സർവകലാശാലയിൽ ഇതുപോലെയുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കണം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് സമ്പാദിക്കണം നമ്മുടെ സർവകലാശാലയിലെ പ്രൊഫസർമാർ, അവിടുത്തെ ഗവേഷകർ ഒക്കെയും ചെയ്യണം. അങ്ങനെയാണ് ഗ്രാഫീൻ റിസർച്ച് തുടങ്ങിയത്.